ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെ ഒരിക്കലെങ്കിലും ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? മുഖത്ത് സ്നേഹം കാണിച്ച് പിന്നിൽ നിന്ന് വഞ്ചിച്ചിട്ടുണ്ടോ? ഒരു സത്യം പറയട്ടെ, മനുഷ്യർ കള്ളം പറയുമ്പോൾ ആദ്യം വാക്കുകൾ മാറില്ല, അവരുടെ പെരുമാറ്റമാണ് മാറുന്നത്. ആ മാറ്റം വായിക്കാൻ പഠിച്ചാൽ ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ ചതിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനസ്സ് വായിക്കുന്ന രഹസ്യങ്ങളാണ്. വാക്കുകളല്ല, പ്രവൃത്തികൾ നോക്കുക. ഒരു വ്യക്തി നിങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയും, പക്ഷേ നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. ആവശ്യം വരുമ്പോൾ മാത്രം വിളിക്കും. നിങ്ങളുടെ വികാരങ്ങളെ പരിഗണിക്കുന്നില്ല. അപ്പോൾ സത്യം എന്താണ്? മനുഷ്യർ പറയുന്നതല്ല, അവർ ആവർത്തിച്ച് ചെയ്യുന്നതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം. വാക്കുകൾ അഭിനയിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വെളിപ്പെടുത്തും. അസ്വസ്ഥതയുടെ ചെറിയ സൂചനകൾ. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് കണ്ണു മാറ്റിയോ, ശബ്ദം മാറിയോ, വളരെയധികം വിശദീകരിക്കാൻ തുടങ്ങിയോ? ഇവ കള്ളത്തരത്തിൻ്റെ ഉറപ്പായ തെളിവുകളല്ല, പക്ഷേ ഒരാളുടെ ഉള്ളിൽ സമ്മർദ്ദമുണ്ടെന്ന് കാണിക്കുന്ന സൂചനകളാണ്. സത്യം മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. ആ അസ്വസ്ഥത ശരീരത്തിലൂടെ പുറത്തു വരും. എല്ലാവർക്കും ഒരു സാധാരണ രൂപമുണ്ട്. നിങ്ങളുടെ അടുത്ത സുഹൃത്തിനെ ചിന്തിക്കുക. സാധാരണ എങ്ങനെ സംസാരിക്കും, എങ്ങനെ ചിരിക്കും? ഒരു ദിവസം പെട്ടെന്ന് ആ പെരുമാറ്റം മാറിയാൽ അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം മനസ്സ് വായിക്കുന്നവർ ആദ്യം ആളുകളുടെ സാധാരണ പെരുമാറ്റം പഠിക്കും. അതിനുശേഷം മാത്രമാണ് മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത്. അധികം നല്ലവരായി അഭിനയിക്കുന്നവരെ സൂക്ഷിക്കുക. ചിലർ എല്ലാവരോടും നല്ലവരായി പെരുമാറും, പക്ഷേ അവരുടെ ലക്ഷ്യം നിങ്ങളെ സഹായിക്കലല്ല, നിങ്ങളുടെ വിശ്വാസം നേടലാണ്. അവർ പതുക്കെ നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ മനസ്സിലാക്കും, പിന്നീട് അതേ വിവരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കും. അതുകൊണ്ട് ഓർക്കുക, യഥാർത്ഥ നല്ല മനുഷ്യർ തെളിയിക്കാൻ ശ്രമിക്കില്ല, അവർ സ്വാഭാവികമായി നല്ലവരായിരിക്കും. ആളുകൾ വികാരത്തോടെ തീരുമാനിക്കും. നമ്മൾ കരുതുന്നത് എല്ലാവരും യുക്തിപരമായി തീരുമാനിക്കുന്നു എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം, മിക്ക ആളുകളും ആദ്യം വികാരത്തോടെ തീരുമാനിക്കും, പിന്നീട് അതിന് ന്യായീകരണം കണ്ടെത്തും. അതുകൊണ്ട് ഒരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കിയാൽ അവരുടെ അടുത്ത നീക്കം പലപ്പോഴും പ്രവചിക്കാൻ കഴിയും. മൗനം വളരെ ശക്തമാണ്. മിക്ക ആളുകളും സംസാരിക്കാൻ ഇഷ്ടപ്പെടും, പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു മുറിയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ പലപ്പോഴും ഏറ്റവും കുറച്ച് സംസാരിക്കുന്നവരായിരിക്കും. കാരണം അവർ കേൾക്കുന്നു, നിരീക്ഷിക്കുന്നു, പഠിക്കുന്നു. മൗനം പാലിക്കുന്നവർക്ക് ചുറ്റുമുള്ളവരെ പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളെ തന്നെ വായിക്കാൻ പഠിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സ് വായിക്കാൻ പഠിക്കണം. എന്താണ് നിങ്ങളെ ദുർബലമാക്കുന്നത്? എന്താണ് നിങ്ങളെ എളുപ്പത്തിൽ വിശ്വസിപ്പിക്കുന്നത്? എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? ഇവ അറിയാത്തവർക്ക് മറ്റുള്ളവരെ ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ വികാരങ്ങൾ പലപ്പോഴും നമ്മുടെ കാഴ്ചയെ തെറ്റിദ്ധരിപ്പിക്കും. ആളുകൾ നിങ്ങളെ എങ്ങനെ പെരുമാറുന്നു എന്നതല്ല പ്രധാനം. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ നിങ്ങളോട് വളരെ നല്ല രീതിയിൽ പെരുമാറും, പക്ഷേ അവർക്ക് പ്രയോജനം ലഭിക്കുന്ന ആളുകളോട് മാത്രമായിരിക്കും ആ ബഹുമാനം. അധികാരമില്ലാത്തവരോടും ദരിദ്രരോടും തങ്ങൾക്ക് ഉപകാരമില്ലാത്തവരോടും അവർ എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അയാൾക്കൊന്നും തിരികെ നൽകാൻ കഴിയാത്ത ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതി. ചിലർ നിങ്ങളുടെ ഊർജം മോഷ്ടിക്കും. ജീവിതത്തിൽ ചില ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. അവരോട് 10 മിനിറ്റ് സംസാരിച്ചാൽ പോലും മനസ്സ് തളർന്നു പോകും. എപ്പോഴും പരാതി, എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ, എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം. നിങ്ങളുടെ സമാധാനം നിരന്തരം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കാൻ പഠിക്കുക. കാരണം മനസമാധാനത്തേക്കാൾ വിലപ്പെട്ട മറ്റൊന്നുമില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ആളുകളെ അവർ കാണിക്കുന്ന മുഖം കണ്ട് വിശ്വസിക്കുന്നു. പക്ഷേ ഓരോ മനുഷ്യനും 2 മുഖങ്ങളുണ്ട്. ഒന്ന് ലോകം കാണുന്ന മുഖം, മറ്റൊന്ന് അവരുടെ യഥാർത്ഥ മുഖം. ഈ 2 മുഖത്തിൻ്റെയും വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്ന നിമിഷം മുതൽ നിങ്ങളെ ചതിക്കുക വളരെ ബുദ്ധിമുട്ടാകും. കാരണം നിങ്ങൾ കേൾക്കുന്നത് വാക്കുകൾ മാത്രമല്ല, നിങ്ങൾ കാണുന്നത് അവരുടെ സ്വഭാവമാണ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ടോ? മുഖത്ത് സ്നേഹം കാണിച്ചിട്ട് പിന്നിൽ നിന്ന് നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഞാൻ പഠിച്ചു എന്ന് എഴുതുക. കാരണം ഓരോ വഞ്ചനയും ഓരോ പാഠമാണ്, ഓരോ ചതിയും ഓരോ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ നിങ്ങളെ ശക്തരാക്കും. മനസ്സ് വായിക്കാൻ പഠിക്കൂ, ആളുകളെ മനസ്സിലാക്കാൻ പഠിക്കൂ, പക്ഷേ ആരെയും വെറുക്കാൻ പഠിക്കരുത്. കാരണം യഥാർത്ഥ ബുദ്ധി മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, ആരും നിങ്ങളെ ഉപയോഗിക്കാതിരിക്കാൻ പഠിക്കുന്നതിലാണ്.